അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അധിനിവേശ നീക്കങ്ങൾക്ക് മുന്നിൽ അണുവിട വഴങ്ങില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായിട്ട് ഇറാൻ പ്രതിരോധ കോട്ട തീർക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് മർമ്മത്ത് തന്നെ തിരിച്ചടി നൽകാൻ രാജ്യം സജ്ജമാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. കേവലം ഒരു പ്രതിരോധത്തിനപ്പുറം ശത്രു രാജ്യങ്ങളുടെ സാമ്പത്തിക ഊർജ നട്ടെല്ല് തകർക്കുന്ന തരത്തിലുള്ള കടുത്ത പ്രത്യാക്രമണ പദ്ധതികളാണ് ഇറാൻ ഇതിനോടകം തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ നയതന്ത്ര ചർച്ചകളെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഒരു ആഴ്ചയിൽ തന്നെ ഇറാനെതിരെ കടുത്ത വ്യോമാക്രമണം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും ഗൂഢാലോചന നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ആഗോള ഓഹരി വിപണികളെ ബാധിക്കാതിരിക്കാൻ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ആക്രമണം പൂർത്തിയാക്കാനാണ് സാമ്രാജ്യത്വ ശക്തികളുടെ നീക്കം. എന്നാൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സഖ്യകക്ഷികളെയും പ്രതിരോധ ശക്തികളെയും അണിനിരത്തി അമേരിക്കയുടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള യുദ്ധക്കൊതിക്ക് പലിശ സഹിതം തിരിച്ചടി നൽകാനാണ് ഇറാന്റെ തീരുമാനം. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒമാൻ തീരത്ത് ഒരു എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ ഭീഷണി തുടരുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റ് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും തങ്ങളുടെ വ്യോമ പ്രതിരോധ ശക്തമാക്കിയിട്ടുണ്ട്. ഗസയിൽ ഇനി ഹമാസിനെ ആയുധം വെച്ച് കീഴടക്കാനുള്ള സമാധാന കരാറുകളെ കുറിച്ചുള്ള ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും മേഖലയിലെ പ്രതിരോധ സഖ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നത് എന്നത് വ്യക്തമാണ്. അടിച്ചാൽ തിരിച്ചടി മർമ്മത്ത് തന്നെ ആയിരിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം പാശ്ചാത്യ ശക്തികളെ നിലവിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ ചോരയിൽ മുക്കാൻ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന ഗൂഢാലോചനകൾക്ക് മുന്നിൽ, അതായത് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് മുന്നിൽ അചഞ്ചലമായിട്ടുള്ള പ്രതിരോധത്തിന്റെ കോട്ടവാതിലുകൾ തുറന്നിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അധിനിവേശത്തിന്റെ കരുനിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഏതൊരു സാമ്രാജ്യത്വ നീക്കത്തെയും അതിന്റെ പ്രഭാവ കേന്ദ്രത്തിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ടെഹ്റാനിൽ നിന്ന് മുഴങ്ങുന്നത്. കേവലം ഒരു ആത്മഹത്യ പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് ശത്രുവിന്റെ അഹങ്കാരത്തിന് മർമ്മത്തിൽ തന്നെ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധതന്ത്രങ്ങളാണ് IRGC വിഭാവനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലും ഊർജ അടിത്തറയും തകർക്കാൻ ലക്ഷ്യമിടുമ്പോൾ അതിനേക്കാൾ മാരകമായിട്ടുള്ള തിരിച്ചടികളാണ് പാശ്ചാത്യ സഖ്യത്തെ കാത്തിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള മേധാവിത്വം ഉപയോഗിച്ച് മേഖലയിലെ മുഴുവൻ ശത്രു താവളങ്ങളെയും നിമിഷ നേരം കൊണ്ട് നിശ്ചലമാക്കാൻ ശേഷിയുള്ള സൈനിക സജ്ജീകരണങ്ങൾ രാജ്യം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സാമ്രാജ്യത്വ ശക്തികൾ ഒരു തവണ ചിന്തിക്കുമ്പോൾ 10 തവണ പ്രത്യാക്രമണം നടത്താൻ പാകത്തിലുള്ള മിസൈൽ വ്യൂഹമാണ് ഇറാൻ അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നത്. ക്യാമ്പ് ഡേവിഡിലെ അടച്ചിട്ട മുറികളിലിരുന്ന് ഡൊണാൾഡ് ട്രംപും സയനിസ്റ്റ് ഭരണകൂടവും തയ്യാറാക്കുന്ന യുദ്ധ പദ്ധതികൾക്ക് ആഗോള വിപണിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. ഇനി തിങ്കളാഴ്ച അന്താരാഷ്ട്ര ഓഹരി വിപണികൾ വ്യാപാരം പുനരാരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വരാന്തയിലെ അവധി ദിവസങ്ങളിൽ തന്നെ ആക്രമണം തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് അമേരിക്കൻ അല്ലെങ്കിൽ പെന്റഗൺ ഉള്ളത്. എന്നാൽ ഈ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായിട്ടുള്ള എണ്ണ വിതരണ ശൃംഖലയുടെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണ് എന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇറാന് നന്നായിട്ട് അറിയാം. ഇറാന്റെ പവർ പ്ലാന്റുകളും എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയാൽ ഇസ്രയേലിന്റെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഗ്യാസ് ഫീൽഡുകളും പ്രധാനമായിട്ടുള്ള അധിനിവേശ നഗരങ്ങളും ചാരമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ പക്കലേക്ക് നിങ്ങളുടെ ആയുധങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ നോക്കിയിരിക്കില്ല, ഇസ്രയേലിനെ ഞങ്ങൾ ചാരമാക്കും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. വാഷിംഗ്ടണിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രം പേർഷ്യൻ ജനതയ്ക്കില്ല എന്നും തങ്ങളുടെ ഒരു തുള്ളി എണ്ണയ്ക്ക് പകരമായിട്ട് ശത്രുവിന്റെ സമ്പൂർണ്ണ ഊർജ സ്രോതസ്സുകൾ ഇല്ലാതാക്കുമെന്നും ഇറാൻ സൈനിക വക്താക്കൾ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. ഈ CNN, റോയിട്ടേഴ്സ് പോലുള്ള അന്തർദേശീയ മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. ഈ ഒരു സന്ദേശം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് മേഖലയിലെ US സഖ്യകക്ഷികൾ വലിയ രീതിയിലായിരിക്കുന്നത്. എന്തായാലും സംഘർഷത്തിന്റെ തീപ്പൊരികൾ പടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലെ വ്യോമ കടൽ പാതകളിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒമാൻ തീരത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ച കപ്പൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്ന വൻ ദുരന്തത്തിന്റെ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. എന്തായാലും വാഷിംഗ്ടണിന്റെ
അനാവശ്യമായിട്ടുള്ള യുദ്ധക്കൊതി കാരണം തങ്ങളുടെ സ്വന്തം സുരക്ഷ അപകടത്തിലാകുമെന്ന് ഭയന്ന് കുവൈറ്റ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവമായിട്ട് സജ്ജമാക്കി കാത്തിരിക്കുകയാണ്. ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 14 രാജ്യങ്ങൾ ചേർന്ന ഒരു പുതിയ സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് എങ്കിലും അത് ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തളർത്താൻ പോകുന്നതല്ല. എന്തായാലും മേഖലയിൽ ഈ പാവ സർക്കാരുകളെയും താൽക്കാലിക സഖ്യങ്ങളെയും നിർമ്മിച്ച് ഒരു ഭൂരിപക്ഷം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങൾ ഇവിടെ വിലപോകില്ല. സ്വന്തം മണ്ണും ജനതയും സംരക്ഷിക്കാൻ ഇറാൻ രൂപീകരിച്ചിട്ടുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ട്, അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഏതൊരു ബഹുരാഷ്ട്ര സഖ്യത്തെയും തകർക്കാൻ പര്യാപ്തമാണ്. ഈ യഥാർത്ഥത്തിൽ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും ഏകപക്ഷീയമായിട്ട് അടച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ യുദ്ധഭൂമി തുറക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയും സയനിസ്റ്റുകളുമാണ്. തങ്ങളുടെ പരാജയപ്പെട്ട വിദേശ നയങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളെയും മറികടക്കാൻ ഡൊണാൾഡ് ട്രംപ് കണ്ടെത്തിയ ഒരു എളുപ്പവഴി മാത്രമാണ് ഇറാനെതിരെയുള്ള ഈ ഒരു സൈനിക നീക്കം. എന്നാൽ സാമ്രാജ്യത്വത്തിന്റെ ഈ ഒരു കടന്നുകയറ്റ ശ്രമങ്ങൾ ടെഹ്റാനിലെ ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തെയും ജനങ്ങളുടെ പോരാട്ട വീര്യത്തെയും കൂടുതൽ ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഗസയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം എന്നോണം ഹമാസിനെ ആയുധം വെച്ച് അല്ലെങ്കിൽ വെപ്പിച്ച് കീഴടക്കാനുള്ള സമാധാന കരാറുകളെ കുറിച്ച് അമേരിക്കൻ വൻതോതിൽ പ്രചാരണം നടത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം നയതന്ത്ര നാടകങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെ ദുർബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഫലസ്തീൻ ജനതയ്ക്കും മേഖലയിലെ മറ്റു വിമോചന പ്രസ്ഥാനങ്ങൾക്കും ഇറാൻ നൽകുന്ന ശക്തമായിട്ടുള്ള പിന്തുണയെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിരോധ നീക്കങ്ങളെ ഈ ഭീകരവൽക്കരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയിലും വ്യോമ പ്രതിരോധ സംവിധാനത്തിലും ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത ശത്രുക്കളുടെ വ്യോമാക്രമണ പദ്ധതികളെ വെറും കടലാസ് പുലികളായിട്ട് മാറ്റും. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ തുനിയുന്ന ഏതൊരു അന്യഗ്രഹ യുദ്ധ വിമാനത്തെയും ഡ്രോണുകളെയും വായുവിൽ വെച്ച് തന്നെ ഭസ്മമാക്കാനുള്ള ഇറാന്റെ കരുത്ത് റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെയും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ആക്രമണം എളുപ്പമായിരിക്കുമെന്ന പെന്റഗണിന്റെ കണക്കുകൂട്ടലുകൾ പാളാനാണ് സാധ്യത. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഇറാന്റെ നിലപാട് ആഗോളതലത്തിൽ തന്നെ പുതിയൊരു രാഷ്ട്രീയ ചിന്തയ്ക്ക് വഴി തുറക്കുകയാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകാക്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അടിച്ചാൽ തിരിച്ചടി മർമ്മത്ത് തന്നെ ആയിരിക്കുമെന്ന ഇറാന്റെ അന്ത്യശാസനം വെറുമൊരു വാക്കല്ല, മറിച്ച് ശത്രുവിന്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായിട്ടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. ഈ ഒരു മഹാസംഘർഷം മിഡിൽ ഈസ്റ്റിനെ എങ്ങോട്ടേക്ക് നയിക്കുമെന്നത് ലോകം ഇപ്പോൾ അതീവ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുകയാണ്. ഇതിനിടയിലാണ് ചൈനയിൽ നിന്നും വേണ്ടത്ര മിസൈലുകളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും അത് ശരി തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഈ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള പുറപ്പാടാണ് ഇസ്രയേലും അമേരിക്കയും നടത്തുന്നത് എങ്കിലും അതിന് ഇരട്ടിയായിട്ട് ഞങ്ങൾ പകരം ചോദിക്കും എന്നുള്ള വലിയ ഭീഷണി തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും തരത്തിൽ ഇനി ഇസ്രയേൽ മുതിർന്നാൽ ഇസ്രയേൽ വിചാരിക്കാത്ത അത്രയും രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തും എന്നുള്ള ഈ ഒരു ഭീഷണിയും കൂടി ആകെ മൊത്തത്തിൽ പശ്ചിമേഷ്യ വിറപ്പിക്കുകയാണ്. കാരണം അനാവശ്യമായിട്ട് നടന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ കൂട്ടുനിന്നത് തന്നെ ഇസ്രയേലാണ്. എന്തായാലും ഇസ്രയേലും അമേരിക്കയും വീണ്ടും ഒരുമിച്ച് ഈ ഒരു ഗൂഢാലോചന നടത്തി യുദ്ധത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇറാന്റെ അതിപ്രഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിപ്രഹരം ഈ ഇരു രാജ്യങ്ങൾ കേൾക്കും. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ വലിയ ഭീതിയിലാവും. ഗൾഫ് മേഖലയ്ക്ക് ഒരിക്കലും സമാധാനമില്ലാത്ത രീതിയിലേക്ക് ഈ ഒരു യുദ്ധത്തെ കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല.